കൂട്ടുകാരെ, ഫലൂദ ഉണ്ടാക്കാവേ. ഇത് ഫലൂദയ്ക്ക് വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുവാണ്. അതിനകത്ത് 200 ml 200 ml വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫലൂദ മിക്സ് ആണ്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇത് അധികം നേരം വേവിക്കേണ്ട, ഇത് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ ഇട്ടിട്ട് ഇളക്കുകയാണ്. ഇത് ഫലൂദ റോസ് മിക്സ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു 5-6 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴത്തേന് ഇത് റെഡിയാവും. റെഡി ആയി കഴിയുമ്പോൾ ഇത് ഗ്യാസ് നിർത്തി വെക്കണം. നിർത്തി വെച്ചിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് 1 സ്പൂണ് കസ്റ്റർഡ് പൗഡർ. ഇത് വാനിലയുടെ ഞാൻ മേടിച്ചിരിക്കുന്നത്. വാനില ഫ്ലേവറാണ്. ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഇത് സബ്ജ സീഡ് ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് സബ്ജ സീഡ്. പിന്നെ ചിയ സീഡും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിയ സീഡ്. ഇത് അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കി ഞാൻ കാണിച്ചു തരാം. ഫലൂദയുടെ ഗ്യാസ് ഞാനിത് തിളച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി വെച്ച് 5-6 മിനിറ്റ് തിളപ്പിച്ചതേ ഉള്ളൂ. നിർത്തി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് കസ്റ്റർഡ് പൗഡർ ഒഴിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് അതിനകത്ത് മിക്സ് ചെയ്താണ് വെച്ചിരുന്നത്. ഇത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ട് ഇനി ഇത് നമുക്ക് തണുക്കണം. തണുത്ത് കഴിയുമ്പോഴാണ് നല്ലപോലെ ഫ്രിഡ്ജ് വെക്കുന്ന ഇതാകുമ്പം നമുക്കത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജ് വെക്കണം. ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെയാണ് നമ്മളിത് ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കപ്പിനകത്ത് ഫലൂദ ഇട്ടിട്ട് അതിനകത്ത് ബേസിൽ സീഡും ചിയ സീഡും ഞാൻ സ്പൂണി കൊണ്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ മേളിലോട്ട് കുറച്ച് ഐസ്ക്രീം കൂടെ ഇട്ടു. ഇവിടെ ഫലൂദ.